കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കം 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം. ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലുള്ള സന്നദ്ധ പ്രവർത്തകർക്ക് പുഴയിൽ മുങ്ങി പരിശോധന നടത്താൻ പോലീസ് അനുമതി നൽകിയില്ല. അതിനിടെ ഇന്ന് മുഖ്യമന്ത്രി അർജുന്റെ വീട് സന്ദർശിച്ചു. പുഴയിലിറങ്ങി പരിശോധിക്കുന്നതിന് കാലാവസ്ഥ പ്രതികൂലമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈശ്വർ മാൽപയ്ക്ക് അനുമതി നിഷേധിച്ചത്. പുഴയിലെ അടിയൊഴുക്കിന് കുറവില്ലെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. തിരച്ചിൽ പ്രതിസന്ധിയിലാണെന്നും കളക്ടർ, MLA എന്നിവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും അർജുന്റെ കുടുംബം ഇന്നലെ പ്രതികരിച്ചിരുന്നു. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അർജുന്റെ വീട് സന്ദർശിച്ചു. തിരച്ചിലിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി അർജുന്റെ കുടുംബം പറഞ്ഞു. ഇപ്പം നമ്മളെ പോലെ തന്നെ ഒരുപാട് പേര് ഇപ്പം കേരളത്തിൽ ദുഃഖം അനുഭവിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ കാണുന്ന പോലെ തന്നെ CM നമ്മളെ അടുത്ത് വന്നു, ആശ്വാസം തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. അല്ല, ഇത് തന്നെയാണ് ഇപ്പം താൽക്കാലികമായിട്ട് അവിടെ ഒന്നും നടക്കുന്നില്ല, അനിശ്ചിതാവസ്ഥയിലാണ്, ഒന്നും നടക്കുന്നില്ല. ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? അത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. പുഴയിലിറങ്ങാൻ അനുമതി നിഷേധിച്ചതോടെ ഈശ്വർ മാൽപെ ഷിരൂരിൽ നിന്ന് മടങ്ങി. മീഡിയ 1 കോഴിക്കോട്.